ഹരേ കൃഷ്ണ. നമസ്കാരം ശ്രീകാന്ത് സാർ. എൻ്റെ പേര് വീണ. ഞാൻ ത്രിമധുരം ഗ്രൂപ്പിൽ ചേർന്നിട്ട് 4-5 ദിവസമേ ആയിട്ടുള്ളൂ. ഞാൻ ത്രിമധുരത്തിൽ വരുന്ന അനുഭവങ്ങൾ അടുത്ത കാലത്താണ് കണ്ടു തുടങ്ങിയത്. അത് കണ്ടപ്പോൾ മുതൽ എനിക്കും ത്രിമധുരത്തിലെ അംഗമാണെന്ന് വളരെ ആഗ്രഹമായി. അങ്ങനെ സാറിൻ്റെ വാട്സപ്പ് നമ്പറിൽ ഞാൻ മെസ്സേജ് അയച്ചു, എന്നെയും അംഗമാക്കാമോ എന്ന് ചോദിച്ചുകൊണ്ട്. അങ്ങനെ അംഗമാകാനുള്ള ലിങ്ക് അയച്ചു തന്നു. അങ്ങനെ ഞാൻ അംഗമാവുകയും ചെയ്തു. ഞാൻ വളരെയധികം മാനസിക വിഷമം അനുഭവിച്ചു. ഇനി എന്ത് ചെയ്യുമെന്ന് സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് ഞാൻ ത്രിമധുരത്തിലെ അനുഭവങ്ങൾ കണ്ടു തുടങ്ങിയത്. ഞാൻ അത്ര വലിയ കൃഷ്ണഭക്തിയൊന്നും ആയിരുന്നില്ല കേട്ടോ. എന്നാലും എനിക്ക് ഭഗവാനെ വലിയ ഇഷ്ടമാണ്. എന്നും നാമം ജപിച്ചിരുന്ന വ്യക്തിയോ അല്ല. ചിലപ്പോൾ അതൊക്കെ എൻ്റെ ദുരിതപൂർണമായ ജീവിതം കൊണ്ടായിരിക്കും. ഇനി ഞാൻ എൻ്റെ സങ്കടം പറയാം. എനിക്ക് 42 വയസ്സുണ്ട്. എൻ്റെ ഭർത്താവ് ഞങ്ങളെ വിട്ടുപോയിട്ട് 2 വർഷം കഴിഞ്ഞു. ആ സംഭവത്തോടെ തകർന്നു പോയ ഞാൻ എൻ്റെ 2 പെൺമക്കൾക്ക് വേണ്ടി വീണ്ടും ജീവിതത്തിലേക്ക് തിരികെ വന്നു. എനിക്ക് വീടിനടുത്ത് ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി കിട്ടി. എൻ്റെ നല്ലവരായ കൂടപ്പിറപ്പുകളുടെ സഹായത്തോടെ കഴിഞ്ഞു വരികയായിരുന്നു. അപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് തന്നെ ഒരു സർജറി ആവശ്യമായി വന്നത്. സർജറി വേണമെന്ന് പറഞ്ഞിട്ടും ഞാൻ തളർന്നില്ല. കണ്ണനോട് ചോദിക്കും, എന്നെ പരീക്ഷ മതിയായില്ലേ? എനിക്ക് ഈ ജന്മം മുഴുവൻ തീരാ ദുഃഖം തന്നിട്ട് ഇനിയും മതിയായില്ലേ ഭഗവാനെ എന്ന്. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് സർജറി നല്ല രീതിയിൽ ഞങ്ങൾ കഴിഞ്ഞുട്ടോ. വീട്ടിൽ വന്നു. പ്രശ്നമൊന്നുമില്ലാതെ ദിവസങ്ങൾ കഴിഞ്ഞു. അങ്ങനെയിരിക്കെ വീണ്ടും എൻ്റെ ജീവിതം തന്നെ അവസാനിപ്പിച്ചാലോ എന്ന് തോന്നിയൊരു സംഭവം ഉണ്ടായി. എൻ്റെ കുഞ്ഞു മോൾക്ക് ചില ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം MRI സ്കാൻ എടുക്കാൻ പറഞ്ഞു. ഞാൻ ഭഗവാനെ വിളിച്ചു കരഞ്ഞ് പ്രാർത്ഥിച്ചുട്ടോ. സ്കാനിങ് റിസൾട്ട് വന്നു. ഡോക്ടർ പറഞ്ഞു, മോളെ ഒരു ന്യൂറോ സർജനെ കാണിക്കണം. മോളുടെ തലയിലെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ ഒരു കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ട്, അത് നീക്കം ചെയ്യണം. ഞാൻ ആകെ തകർന്നു പോയ നിമിഷം ഭഗവാനെ വിളിച്ചു കരഞ്ഞു. നേരം വെളുപ്പിച്ച ദിവസങ്ങൾ ജീവിതം അവസാനിച്ചു എന്ന് വിചാരിച്ച് ഭഗവാനും കൈവിട്ടല്ലോ എന്ന് ചിന്തിച്ചിരിക്കും. എന്നിട്ടും പ്രാർത്ഥന മുടക്കില്ല. എൻ്റെ കയ്യിലൊരു കൃഷ്ണവിഗ്രഹമുണ്ട്. ഭഗവാനെ കുറിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കും. അങ്ങനെ ന്യൂറോ സർജനെ കാണാൻ പോയിട്ടോ. പുതിയ ആശുപത്രി. ഡോക്ടർ ആരാണെന്നോ ഒന്നും അറിയില്ല. എൻ്റെ ചേച്ചിയാണ് പോയത് മോളെയും കൊണ്ട്. എനിക്ക് സർജറി കഴിഞ്ഞിരിക്കുകയായിരുന്നല്ലോ. ഭഗവാൻ പറഞ്ഞതുപോലെ ഒരു ചേട്ടനെ കണ്ടു. അദ്ദേഹം ആ ഹോസ്പിറ്റലിലെ ഏറ്റവും നല്ല ഡോക്ടറുടെ പേരും പറഞ്ഞു കൊടുത്തു. ഡോക്ടറുടെ OP എടുത്ത് റൂമിലോട്ട് പോയപ്പോൾ റൂമിൻ്റെ ഫ്രണ്ടിൽ ചേട്ടൻ ഇരിക്കുന്നു. മോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിരുന്നു. അപ്പോൾ എന്താണ് അസുഖം എന്ന് ചോദിച്ചു. അപ്പോൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട, സർജറി എന്ന് പറഞ്ഞാൽ സാധാരണ പോലെയല്ല, എൻഡോസ്കോപ്പി പോലെ മൂക്കിലൂടെ ട്യൂബിട്ട് ആ കൊഴുപ്പിനെ എടുത്തു കളയുന്നതാണ്. 6 മണിക്കൂർ ഹോസ്പിറ്റലിൽ ഇരുന്നാൽ മതി എന്നൊക്കെ ചേട്ടൻ പറഞ്ഞു കേട്ടോ. പേടിക്കണ്ട എന്ന് പറഞ്ഞു. എനിക്കതൊക്കെ കഴിഞ്ഞാണെന്ന് പറഞ്ഞു. എൻ്റെ അനുജത്തിയാണ് പോയത്. അനുജത്തി എനിക്ക് ഫോൺ ചെയ്തു ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എനിക്ക് പറയാൻ സാധിക്കില്ല ഞാൻ അനുഭവിച്ച സന്തോഷം എത്രയാണെന്ന്. ഞാൻ ഓടി ഭഗവാന്റെ മുന്നിലെത്തി. ഞാനും എൻ്റെ അമ്മയും കൂടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട്, എൻ്റെ ഭഗവാനെ, എന്നെ കൈവിട്ടില്ലല്ലോ, എൻ്റെ പ്രാർത്ഥന കേട്ടല്ലോ, ഡോക്ടറെ കണ്ടില്ല എങ്കിലും കുറച്ച് സമാധാനമായി. ഭഗവാന് നന്ദിയും പറഞ്ഞ് പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ വീണ്ടും അനുജത്തിയുടെ ഫോണ്. ഡോക്ടറെ കണ്ടു, കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല, സർജറിയുടെ ആവശ്യമില്ല, ഒരു നീർക്കെട്ട് പോലെയേ ഉള്ളൂ, ഗുളിക കഴിച്ചാൽ മതിയാവും. ആരാണ് സർജറി ചെയ്യാൻ പറഞ്ഞത്? ഡോക്ടർ തിരിച്ചു ചോദിച്ചു. അപ്പോൾ അനുജത്തി പറഞ്ഞു, ആദ്യം കണ്ട ഡോക്ടറാണ് പറഞ്ഞത് എന്ന്. വീണ്ടും റിസൾട്ട് ഡോക്ടർ വാങ്ങിയിട്ട് മറ്റു ഡോക്ടർമാരെ കൂടെ കാണിച്ചിട്ട് ഒന്നുകൂടെ ഉറപ്പുവരുത്താമെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും കാത്തിരിപ്പ് തുടങ്ങി. 8 മണിയായപ്പോൾ ഡോക്ടർ വീണ്ടും വിളിച്ചു. കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ആദ്യം കണ്ട ഡോക്ടർക്ക് കൊടുക്കാനായിട്ട് ഒരു കത്ത് നൽകി. ഡോക്ടറോട് ട്രീറ്റ്മെൻറ്റ് തുടങ്ങാനും പറഞ്ഞു. 6 മാസം കഴിഞ്ഞ് ഒന്നുകൂടെ എടുത്തു നോക്കാമെന്ന് പറയുകയും ചെയ്തിട്ടോ. എൻ്റെ കണ്ണ, എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്നും പറഞ്ഞ് വീണ്ടും ഞാനും അമ്മയും കണ്ണനോട് നന്ദി പറഞ്ഞു. എൻ്റെ കുഞ്ഞിനെ ഡോക്ടറെ കാണുമെന്ന് പറഞ്ഞത് മുതൽ ഞാൻ ഫോൺ എടുത്താൽ കാണുന്നത് മുഴുവൻ ഭഗവാന്റെ ആടി എണ്ണയെക്കുറിച്ചാണ്. എനിക്ക് എണ്ണ കിട്ടിയാൽ കൊള്ളാമെന്ന് അതിയായ ആഗ്രഹം തോന്നി. എൻ്റെ കുഞ്ഞിൻ്റെ അസുഖം മാറുമെന്നും തോന്നി. പക്ഷേ ഒരു വഴിയില്ല. ഞാൻ ഒരു തവണയേ ഗുരുവായൂർ പോയിട്ടുള്ളൂ. എനിക്കിപ്പോൾ പോകാനും സാധിക്കില്ല. ഞങ്ങൾക്ക് വേണമെങ്കിൽ അന്യൻ വന്നാലേ പറ്റുള്ളൂ. എല്ലാവരും കൂടെ ഗുരുവായൂർ പോകണം. മോൾക്ക് ഭഗവാന്റെ നടയിൽ തുലാഭാരവും നേർന്നിട്ടുണ്ട്. എല്ലാം എൻ്റെ കണ്ണൻ നേരെയാക്കി തരും. തരില്ലേ ശ്രീകാന്ത് സാറേ? എൻ്റെ എല്ലാ സങ്കടങ്ങളും കണ്ണനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. എൻ്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണേ സാറേ. എന്താ പറയുക, എൻ്റെ അനിയത്തിയോടും കുടുംബത്തോടും തീർത്താൽ തീരാത്ത നന്ദിയും കടപ്പാടും ഒക്കെ ഉണ്ട്. എൻ്റെ മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും എല്ലാ കാര്യങ്ങളും നോക്കിയില്ലേ. അമ്മമാരുടെ മനസ്സുരുകിയുള്ള പ്രാർത്ഥന കണ്ണൻ കേൾക്കാതിരിക്കില്ല, ഉറപ്പാണ്. അതാണ് എൻ്റെ അനുഭവം. സാറേ, ഇത് ഒരുപാട് നീണ്ടുപോയി. സാറിന് സമയമുള്ളപ്പോൾ ചുരുക്കി വായിച്ചാൽ മതി കേട്ടോ. ത്രിമധുരത്തിൽ പറയാമെന്ന് ഞാൻ കണ്ണനോട് പറഞ്ഞതാണ്. സാറേ, എൻ്റെ കുഞ്ഞിൻ്റെ അസുഖം മാറാൻ കണ്ണനോട് പ്രാർത്ഥിക്കണേ. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ. എന്താ കഥ! ഇങ്ങനെയൊക്കെയാണല്ലേ അനുഭവങ്ങൾ വരുന്നത്. ഒന്നും പറയാനില്ല. ഒരു ജീവിതം തന്നെ ആണ് അനുഭവമായിട്ട് മുന്നോട്ട് വന്നത്. ഹരേ കൃഷ്ണ. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരിക, ജോയിൻ ചെയ്യുക, എന്നിട്ട് മാത്രം അനുഭവങ്ങൾ അയക്കുക കേട്ടോ. ഒന്നും പറയാനില്ല.